അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഉംറ ചെയ്തതിന് രണ്ടാമത്തെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് ആയിഷ പള്ളിയിലേക്ക് വന്നിട്ടല്ലേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഹറമിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള ഈ ഒരു മീക്കാത്ത് നമ്മളെ നാട്ടിലുള്ള വഹാബികൾ അംഗീകരിക്കില്ല. സൗദി ഗവൺമെന്റ് പോലും മീക്കാത്തായിട്ട് അംഗീകരിച്ച് അവിടുത്തെ ഗവൺമെന്റിന്റെ വണ്ടി ഇറക്കി ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മളെ നാട്ടിലെ വഹാബികൾ ഇത് മീക്കാത്തായിട്ട് അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഇടണേ. കമന്റ് തരാ. കമന്റിനാണല്ലോ നിന്നെ പോലെയുള്ള കുറെ സാധനങ്ങൾ ജീവിക്കുന്നത്. കമന്റൊക്കെ തരാ. ഏതാണ് ഈ ചങ്ങാതി എന്നറിയില്ല സുഹൃത്തുക്കളെ. ഏതാണെങ്കിലും പരിശുദ്ധമായ ഭൂമിയിൽ പോയിട്ട് പോലും യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കളവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കമന്റ് വേണമല്ലോ ഇവന്. കമന്റിന് ജീവിക്കുന്ന ഓരോ ജീവികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പച്ചക്കളവ് പറയാം. ഒരു ഉംറക്കൊക്കെ പോകുമ്പോൾ പരിശുദ്ധ ഭൂമിയിൽ പോയിട്ടെങ്കിലും ഈ കളവൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ആയിഷ പള്ളി മീക്കാത്തായിട്ട് സെലഫികൾ അംഗീകരിക്കുന്നില്ലത്രേ. ആരാണോ നിന്നോടിത് പറഞ്ഞത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ ഈ കളവ് പ്രചരിപ്പിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സെലഫികൾക്ക് അങ്ങനെ വാദമുണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹജ്ജത്തുൽ വദായിൽ കൂടെ നമ്മുടെ ഉമ്മയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വരുന്നു. എല്ലാവരും ഉംറയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവം ഉണ്ടാകുകയാണ്. അവർക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ യാത്ര തിരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എനിക്ക് ഉംറ ചെയ്യണമെന്ന്. ആ അവസരത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഫഖ്റുജി മഅ അഖീഖ്, നിന്റെ സഹോദരനായ അബ്ദുറഹ്മാന്റെ കൂടെ നീ ഹറമിൽ നിന്ന് പുറത്തു പോകണം. എവിടേക്ക്? ഇല തൻഈമിലേക്ക് പുറത്തു പോകണം. എന്നിട്ട് ഫഅഹില്ലി ബി ഉംറത്തിൻ, ആ തൻഈമിൽ വെച്ച് ഉംറക്ക് നീ ഇഹ്റാം ചെയ്തു വരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാൻ്റെ റസൂല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് തൻഈം, അതല്ലെങ്കിൽ ഇന്ന് ആയിഷ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം മീഖാത്തല്ല എന്ന് സലഫികൾക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കളവ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഉടൻ പിൻവലിക്കണമെന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളിവിടെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നിന്നെപ്പോലുള്ള കുറേ ആളുകൾ ഉംറക്ക് വരും. എന്നിട്ട് ആ ഉംറ ഗ്രൂപ്പ് ഉംറ ചെയ്ത് കഴിഞ്ഞാൽ അതേ യാത്രയിൽ തന്നെ ഇവരെന്ത് ചെയ്യും? ടാക്സി എടുത്തിട്ട് തൻഈമിലേക്ക് പോകും. എന്നിട്ട് വീണ്ടും ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കത്ത് വന്ന് ഉംറ ചെയ്യും. അങ്ങനെ ഒരു യാത്രയിൽ തന്നെ 50, 60, 25, 30, 10, 15 ഒക്കെ ഉംറ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട് എന്നതല്ലാതെ ആയിഷ പള്ളി അതല്ലെങ്കിൽ തൻഈം മീഖാത്തല്ല എന്ന് ഞങ്ങളാരും എവിടെയും പറയാറില്ല. അതുകൊണ്ട് അല്പമെങ്കിലും പരലോക ബോധമുണ്ടെങ്കിൽ ഈ കളവ് പിൻവലിക്കണമെന്നാണ് നിന്നോട് പറയാനുള്ളത്.